അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസിനു വേണ്ടി സ്ഥലം നഷ്ടമാകുന്ന കാഞ്ഞൂർ പഞ്ചായത്തിലെ ഭൂവുടമകൾ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. 500ഓളം പേർ പങ്കെടുത്ത ധർണയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദ മോഹൻ നിർവഹിച്ചു. അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 3A നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച വടക്കുംഭാഗം കിഴക്കുംഭാഗം വില്ലേജുകളിലെ ഭൂവുടമകളുടെ കൂട്ടായ്മയായ കാഞ്ഞൂർ പഞ്ചായത്ത് ആക്ഷൻ കൌൺസിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 500 പേർ പങ്കെടുത്ത മാർച്ച് കാഞ്ഞൂർ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച് കാഞ്ഞൂർ പുതിയടം വടക്കുംഭാഗം വില്ലേജ് ഓഫീസിന് മുന്നിലെത്തുകയും കൂട്ടധർണ നടത്തുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദ മോഹൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പോയിട്ടുണ്ട്. ആ പാലത്തിന്റെ ഒക്കൽ ഭാഗത്തും അതുപോലെ ഈ പോയിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല തുക കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമാകുന്ന അവർക്ക് വേറൊരു ഭാഗത്തേക്ക് മാറി സെറ്റിൽ ആകേണ്ടെന്ന് ആവശ്യമുണ്ട്. അതിന് തക്ക ഫലം പ്രതിഫലവും അതിന് തക്ക കിട്ടേണ്ടുന്ന അതിന്റെ അവകാശം, ആനുകൂല്യം എന്നല്ല അവകാശം തന്നെയാണ് പറയേണ്ടുന്നത്. ആനുകൂല്യമല്ലാതെ നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് കിട്ടേണ്ടുന്ന ഒരു അവകാശം തന്നെയാണ്. അത് വേണ്ട രീതിക്ക് കൊടുത്തുകൊണ്ട് അതിന്റെ പദ്ധതികൾ എത്രയും വേഗം ഈ കാലതാമസം വരാതെ തന്നെ അത് ചെയ്തു പോയാലാണ് ഇന്ത്യയെ കൊടുക്കുന്നവർക്കും അതിന്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തുകൊണ്ട് ഇത്രയൊക്കെ പ്രയോജനം വന്നു എന്നുള്ളത് നേരെ കണ്ടുപോകണമെന്നുള്ള ആഗ്രഹവും നമ്മുടെ ഈ വിട്ടുകൊടുക്കുന്നവർക്ക് അത് ഉണ്ട് എന്നുള്ളതും കൂടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ ചെയർമാൻ ആന്റണി ഡി പാറക്കൽ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഘു, കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പോളച്ചൻ, അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആൻസി ജിജോ, അഭിജിത്ത് KV, കാഞ്ഞൂർ പഞ്ചായത്ത് മെമ്പർ KN കൃഷ്ണകുമാർ, പുതിയടം സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് TI ശശി, CPIM ലോക്കൽ സെക്രട്ടറി AA സന്തോഷ്, കാലടി കാഞ്ഞൂർ റൂറൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ജോയ് പോൾ, തോമസ് കോയിക്കര, ലെനിൻ, സെബാസ്റ്റ്യൻ പോൾ, MI ദേവസിക്കുട്ടി, ജോയ് കാച്ചപ്പിള്ളി, ആൻഡ് തളിയൻ, റോയ് ജെയിംസ് എന്നിവർ ധർണയ്ക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമിക്ക് 2013 LARR ആക്ട് പൂർണ്ണമായും പാലിച്ചുകൊണ്ട് നഷ്ടപരിഹാരം നൽകുക, കെട്ടിടങ്ങൾക്ക് കാലപ്പഴക്കം കണക്കാക്കാതെ എറണാകുളം ജില്ലയിൽ NH 66 നൽകിയ ആനുകൂല്യങ്ങൾ അതേ ജില്ലയിൽ തന്നെയുള്ള NH 544 അങ്കമാലി കുണ്ടന്നൂർ എറണാകുളം ബൈപ്പാസിനും നൽകുക, ഭാഗികമായി ഏറ്റെടുക്കുന്ന കെട്ടിടങ്ങൾക്ക് ഉടമ ആവശ്യപ്പെട്ടാൽ മുഴുവൻ കെട്ടിടവും ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കാലടി. ഉയർന്ന മൂല്യം ലഭിക്കുന്നതിനും സത്യസന്ധമായ സേവനത്തിനും ഞങ്ങളുണ്ടിനി നിങ്ങൾക്ക് കൂട്ടായി. കോയിക്കരാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പൈനിയർ ടവർ, മറൈൻ ഡ്രൈവ്, എറണാകുളം.